എനിക്ക് ടൗണിലൊരു കമ്പനിയാണ്. അപ്പോൾ എനിക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യമൊന്നും നോക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള ആളുകളൊന്നുമില്ല. നിങ്ങളുടെ കമ്പനിക്ക് നമുക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? ഇപ്പോൾ നിങ്ങളുടെ കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രോബ്ലംസ് ആണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യും. അത് വേസ്റ്റ് മാനേജ്മെൻറ്റോ ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങളുടെ കമ്പനിയിൽ ഓരോ കമ്പനിയിലും ഓരോ സൊല്യൂഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സിസ്റ്റം ഇപ്പോൾ വേസ്റ്റ് കറക്റ്റായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ ആവശ്യം ഉണ്ടാവില്ല. വേസ്റ്റ് ഇപ്പോൾ ഫുഡ് വേസ്റ്റ് ആണ്, അതിന് കറക്റ്റായിട്ട് സൊല്യൂഷൻ അവിടെ ഉണ്ടാവും. ഓട്ടോമേഷനായിട്ട് വർക്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം അവിടെ വർക്കിംഗ് ആയിരിക്കും അവിടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, ഡ്രൈ വേസ്റ്റ് ഉണ്ട്, പല രീതിയിലുള്ള കമ്പനിയുടെ വേസ്റ്റുകളുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനിക്കുള്ള വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്തിട്ട് ഇതിനൊരു ഗ്രീനി പോയിന്റ് ലെവലിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, റാങ്കിങ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ലെവലിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതിപ്പോൾ എൻവയോൺമെൻറ്റൽ ലെവലിലാണെന്നുണ്ടെങ്കിലും എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിളി എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങളുടെ കമ്പനിയിൽ ഇന്ന റാങ്കിങ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനിക്ക് ആ ഒരു സസ്റ്റൈനബിലിറ്റി ലെവലിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് മുതലായിരിക്കും നമ്മുടെ കമ്പനിയിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.